കർശനമായ നടപടി പോലീസുകാർക്കെതിരെ എടുക്കേണ്ടതാണ്. ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസുകാരനെതിരെ സർക്കാർ കർശനമായ നടപടി എടുക്കുന്നു. എന്താണ് അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് മാറ്റുന്നു. എത്രയോ കേസുകളിൽ നമ്മുടെ പോലീസ് കൊല്ലത്ത് നോക്കൂ, അവിടെ ഒരു എന്താ പിങ്ക് പോലീസ് എന്ന് പറയുന്ന സംവിധാനമുള്ളൂ, വനിതാ പോലീസുകാരുടെ. അവിടെ ഒരു പോലീസുകാരുടെ കയ്യിലെ ഫോൺ 8 വയസ്സുള്ള കുട്ടി മോഷ്ടിച്ചു എന്ന് കള്ളം പറഞ്ഞ് പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന സംഭവം ഉണ്ടായില്ലേ? അത് ആ കേസും പോലെ വലിയ കേസായി മാറിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ പോലീസുകാർ കള്ളക്കേസിൽ കൊടുക്കുന്ന സംഭവം ഏതെല്ലാം കേസുകൾ, ഇപ്പോൾ നമ്മൾ തീവ്രവാദ ചാപ്പ് മുതൽ മോഷണ കേസ് മുതൽ തിരുവനന്തപുരത്തെ ഒരു ദലിത് യുവതി വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഹൗസ് ഓണറുടെ മാല മോഷ്ടിച്ചെന്ന കേസിൽ അവരെ ഇരുത്തി അപമാനിച്ചില്ലേ? ജില്ലയെ കണ്ടുപോകരുതെന്ന് പറഞ്ഞില്ലേ അവരോട്? അപ്പോൾ പോലീസിൻ്റെ സമീപനം എന്ന് പറയുന്ന സംഗതി അടിസ്ഥാനപരമായിട്ട് പോലീസ് ആളുകളെ സംശയിക്കാനും അധിക്ഷേപിക്കാനും അതിനപ്പുറം പോയാൽ ആളുകളെ അവരുടെ രൂപത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കുറ്റവാളികളെ കണ്ട് അടയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോലീസിനകത്തുണ്ട്. അപ്പോൾ അതെന്ത് ഇല്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ കേസ് ഒരു നിർണായകമായ സന്ദർഭമാണ്. ഈ കേസിൽ അയാൾ പോരാടാൻ തീരുമാനിച്ചു. എല്ലാവർക്കും പോരാടാൻ പറ്റില്ല. സമ്പൂർണ്ണമായും തകർന്ന മനുഷ്യർക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ നിയമ പോരാട്ടത്തിന്? അവർക്കൊരു ആക്സസ് ഉണ്ടാകത്തില്ല, നേരത്തെ പറഞ്ഞവർ. അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ വിജയം ഒരു പ്രചോദനമായിട്ട് എല്ലാവർക്കും മാറട്ടെ. അതിനപ്പുറം പോലീസിനൊരു വലിയ മെസ്സേജായിട്ട് ഇത് മാറണം. കാരണം എന്ന് വെച്ചാൽ ആരെയും ഏത് കേസിലും കുടുക്കി ജയിലിലിടാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്ന, തല്ലി ആരെയും സമ്മതിപ്പിക്കാം, ആർക്കെതിരെ എന്തും എഴുതി പിടിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന പോലീസിനുള്ള ഒരു സ്ട്രോങ് മെസ്സേജായിട്ട് ഇത് മാറണമെന്നാണ് ഞാൻ പറയുക. എന്തായാലും താജുദ്ദീൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരിപ്പം അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, സഹായിച്ച ആൾക്കാരെക്കുറിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നിട്ട് ടി വി ഇബ്രാഹിമിൻ്റെ PA ആയിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ കാണാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അദ്ദേഹം ഈ പരാതിയെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതിനെ തുടർന്നാണ് ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നത്. അങ്ങനെയാണ് ടി വി ഇബ്രാഹിമിനെ ഇടപെടുന്നത്, അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അത് DYSP റിപ്പോർട്ട് കൊടുക്കുന്നു. കർശനമായ നടപടി പോലീസുകാർക്കെതിരെ എടുക്കേണ്ടതാണ്. ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസുകാരനെതിരെ സർക്കാർ കർശനമായ നടപടി എടുക്കുന്നു. എന്താണ് അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതാണ് അന്നത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള കർശനമായ നടപടി എന്ന കാര്യം പ്രത്യേകം ആലോചിക്കണം. ഈ തരത്തിൽ മനുഷ്യരുടെ ജീവനില്ലാക്കുന്നവർക്ക് മാത്രം നടപടി എടുത്താൽ പോരാ, ജീവിതമില്ലാതാക്കുന്നവർക്കെതിരെയും കർക്കശമായ നടപടി എടുക്കുകയും പോലീസിനെ നേർവഴിക്ക് നയിക്കുകയും, അതായത് നിങ്ങൾക്കൊരു പ്രതിയെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രതിയെ പിടിച്ചാൽ മതി എന്ന മാനസികാവസ്ഥയിലേക്കും സമീപന ശൈലിയിലേക്കും പോലീസിനെ കൊണ്ടുവരാൻ സ്ട്രോങ് ആക്ഷൻ എടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സർക്കാർ ഈ 14 ലക്ഷം കൊടുക്കുന്നതിന് വിചാരിക്കുക, അതിനിപ്പോൾ കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല പറഞ്ഞ് ഇനി അപ്പലേറ്റ് കോടതിയിൽ സർക്കാർ പോകുമെന്നറിയില്ല. എന്തായാലും ഇതൊരു പ്രചോദനം ഉണ്ടാക്കുന്ന സന്ദർഭമായി മാറട്ടെ, ഒപ്പം പോലീസുകാർക്കൊരു സന്ദേശം കൊടുക്കുന്ന സന്ദർഭമായി മാറട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.